ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കഴിവിൻപടി സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് എല്ലാ ഓരോരുത്തരെയും ആമുഖമായി ഓർമ്മിപ്പിക്കുക. മനുഷ്യന്റെ ദാമ്പത്തിക ജീവിതം വളരെ സന്തോഷകരവും ആനന്ദകരവുമായിരിക്കണമെന്ന് ഇസ്ലാം ഉദ്ദേശിക്കുന്നുണ്ട്. എല്ലാ മനുഷ്യരും പൊതുവെ അത് ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഈ കാര്യം നിറവേറാൻ ഇസ്ലാം വെച്ച ചില പ്രകൃതിപരമായ നിയമങ്ങളുണ്ട്. അതിനു പുറമെ ദമ്പതികൾ എന്ന നിലക്ക്, ഭാര്യ ഭർത്താക്കന്മാർ എന്ന നിലക്ക് രണ്ടുപേരും പുലർത്തേണ്ട ചില മര്യാദകളും കടമകളും സ്വഭാവവും നോക്കിയും ഈ കാര്യങ്ങളൊക്കെ യഥാവിധി നടന്നാൽ, അതിന്റെ രീതിയിൽ നടന്നുപോയാൽ വളരെ സന്തോഷകരമായ ഒരു ദാമ്പത്യ ജീവിതം മനുഷ്യൻ ആഗ്രഹിക്കുന്ന പോലെ, ഇഷ്ടപ്പെടുന്നത് പോലെ നടക്കുന്നതാണ്. ഈ വിഷയത്തിൽ വിശുദ്ധ ഖുർആൻ പറയുന്ന ഒരു ആയത്ത് ശ്രദ്ധിക്കാം. وَمِنْ آيَاتِهِ أَنْ خَلَقَ لَكُم مِّنْ أَنفُسِكُمْ أَزْوَاجًا لِتَسْكُنُوا إِلَيْهَا. അല്ലാഹുവിന്റെ അനേകം ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട ഒരു ദൃഷ്ടാന്തം. അല്ലാഹു ഒരുപാട് ആയത്തുകൾ പ്രപഞ്ചത്തിൽ ഒരുക്കിയിട്ടുണ്ട്. ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട്, പല വിധത്തിലുള്ളത്, പല തരങ്ങളിലുള്ളത്. അതിലൊരു ദൃഷ്ടാന്തമാണ് അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജൻ. നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് തന്നെയുള്ള ഇണകളെ നിശ്ചയിച്ചു തന്നു എന്നത് അള്ളാഹു വെച്ചൊരു ദൃഷ്ടാന്തമാണ്. വളരെ അർത്ഥവൈകല്യമുള്ള വലിയ പ്രയോഗമാണ്. പുരുഷന് ഇണങ്ങി നിൽക്കുന്ന ഒരു സ്ത്രീക്ക് അവളോട് ഇണങ്ങി നിൽക്കുന്ന, അനുപൂരകമായി നിൽക്കുന്ന ഒരു പുരുഷനെ, അത് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമാണ്. യാദൃശ്ചികമായി സംഭവിച്ചതല്ല. ഒരാണും പെണ്ണും ഇടയായിരിക്കുക. അങ്ങനെ അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്നു. അതിന് പറയുന്നത് ആ പെണ്ണിലേക്ക്, ഭാര്യയിലേക്ക് സമാധാനം തേടിയെത്താൻ വേണ്ടിയാണ്. പുരുഷൻ അവളിലേക്ക് സമാധാനം തേടിയെത്താമല്ല, രണ്ടുപേർക്കും സ്വാഭാവികമായി സമാധാനം ഉണ്ടാവുകയും ചെയ്യും. രണ്ടുപേർക്കും ഇടയിൽ അല്ലാഹു സ്നേഹവും കാരുണ്യവും നിശ്ചയിക്കുകയും ചെയ്തിരിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട രണ്ട് പ്രയോഗങ്ങളാണ്. ആ രണ്ട് വ്യക്തികൾക്കിടയിൽ അല്ലാഹു നിശ്ചയിച്ച ബന്ധത്തിന്റെ സ്വഭാവം. ഒന്ന് മവദ്ദത്താണ്, പ്രണയം, പ്രേമം, സ്നേഹം എന്നൊക്കെ പറയാം. രണ്ടാമത്തെ റഹ്മത്താണ്, കാരുണ്യമാണ്. ആ കാരുണ്യത്തിന് വല്ലാത്തൊരു അനുകമ്പയുണ്ടാവും ബന്ധങ്ങൾക്കിടയിൽ. കരുണയുള്ള മനസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവുകയുള്ളൂ. അതിനുള്ളിലെല്ലാം വിട്ടുവീഴ്ച ചെയ്യപ്പെടും. അങ്ങനെയുള്ള ഒരു ബന്ധമാണ് അല്ലാഹു വെച്ചിരിക്കുന്നത്. ഇന്ന ഫീ ദാലിക ആയാത്തിനെ വീണ്ടും പറയുന്നത്, ചിന്തിക്കുന്ന ആളുകൾക്ക് ഇതിലൊക്കെ അള്ളാഹുവിന്റെ അടയാളങ്ങളും ദൃഷ്ടാന്തങ്ങളും ഒക്കെ കാണാൻ കഴിയും. ജീവിതത്തിൽ വലിയൊരു ദൃഷ്ടാന്തമായിക്കൊണ്ടാണ് ദാമ്പത്യ ജീവിതത്തിന്റെ പൊരുത്തവും ബന്ധവും ഒക്കെ അള്ളാഹു വെച്ചത്. ചിന്തിച്ച് ഓർത്തെടുക്കേണ്ട കാര്യം. ഈ ആയത്തിൽ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ഭാര്യയുടെ അടുക്കിലേക്ക് സമാധാനം തേടിയെത്താൻ കഴിയുക ഭർത്താവിന്. സ്വാഭാവികമായിട്ടും ആ സമാധാനം നൽകുന്ന ഭാര്യയ്ക്കും സമാധാനം ലഭിക്കുന്നു. അങ്ങനെ രണ്ടുപേർക്കും സമാധാനം ലഭിക്കുന്ന ഒരു അന്തരീക്ഷം എന്നാണ് സെക്കൻഡ് എന്ന വാക്കാണ് ഉപയോഗിച്ചത്. സെക്കൻഡ് എന്ന് പറഞ്ഞാൽ അടങ്ങി ഒതുങ്ങി സമാധാനത്തോടുകൂടി നിൽക്കുക എന്നത്. വീടിന് അറബിയിൽ പറയുന്ന പേര് മസ്കൻ എന്നാണ്, സമാധാന കേന്ദ്രം എന്നാണ്. രാത്രിയെ സംബന്ധിച്ച് ഖുർആൻ ഉപയോഗിച്ച് സെക്കൻഡ്, ഒരു സമാധാനത്തിന്റെ ശാന്തിയുടെയും അവസ്ഥ രാത്രി കണ്ട് പകൽ പോലെയല്ല എന്ന്. അതേപോലെ ഒരു സമാധാനം തേടി എത്താവുന്ന ഒരു കേന്ദ്രമാണ് ഭർത്താവിനെ സംബന്ധിച്ച് ഭാര്യ എന്ന്. ഇത് ഇസ്ലാം ഉദ്ദേശിക്കുന്നത് അങ്ങനെയാണ്. അങ്ങനെ ആകുമ്പോഴാണ് അതിന്റെ പൂർണ്ണത കൈവരികയും ചെയ്യുന്നത്.
ഈ വിഷയത്തിൽ നമുക്ക് ഏറ്റവും നല്ല മാതൃകയാണ് അല്ലാഹുവിന്റെ റസൂലും അവിടുത്തെ ഭാര്യമാരും ഒക്കെ. ഈ ഖുർആന്റെ ആയത്തിൽ ഏറ്റവും സ്പഷ്ടമായി തെളിഞ്ഞു കാണാവുന്ന ഒരു മേഖലയാണ്. അതിലൊന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദ്യത്തെ ഭാര്യ ഖദീജ റളിയല്ലാഹു അൻഹയുമായുള്ള റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദാമ്പത്യ ജീവിതം പ്രത്യേകം നമ്മൾ പഠിക്കേണ്ട ഒരു വിഷയമാണ്. ഖദീജ റളിയല്ലാഹു അൻഹ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ 15 വയസ്സ് കൂടുതലുള്ള സ്ത്രീയാണ്. വിവാഹം കഴിക്കുന്നത് റസൂലുള്ളാഹി 25ാമത്തെ വയസ്സിലാണ്. നബി ആകുന്നതിന്റെ 15 വർഷം മുമ്പ്. അതിനുശേഷമാണ് 15 വർഷം കഴിഞ്ഞ നബി ആകുന്നത്. അന്ന് ഖദീജ റളിയല്ലാഹു അൻഹയ്ക്ക് 40 വയസ്സുമായി. നബിയായതിനു ശേഷം പിന്നെ 10 വർഷം അവർ ഒന്നിച്ച് ജീവിച്ചു. നുബുവത്ത് ഹിജ്റ പോകുന്നതിന്റെ ഏതാണ്ട് 3 വർഷം മുമ്പാണ് ഖദീജ റളിയല്ലാഹു അൻഹ വഫാത്താകുന്നത്. അങ്ങനെ മൊത്തം 15-25 വർഷം ഒന്നിച്ച് ജീവിച്ച ഒരു ദാമ്പത്യമാണ് റസൂലുള്ളാഹിയും ഖദീജ റളിയല്ലാഹു അൻഹ. നമുക്ക് അത്ഭുതം തോന്നുന്ന ഒരു ദാമ്പത്യ ജീവിതമാണ്. സ്വാഭാവികമായും ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഉണ്ടാവുക എല്ലായിടത്തും ഉണ്ടാകാം. പക്ഷെ ആ ഖദീജ റളിയല്ലാഹു അൻഹയും നബിയും തമ്മിലുള്ള ദാമ്പത്യം എക്കാലത്തും നമ്മൾക്കൊരു മാതൃകയായി സ്വീകരിക്കാവുന്ന അനേകം സംഭവങ്ങൾ കാണാം. റസൂലുള്ളാഹിന്റെ മറ്റൊരു ഭാര്യയായിരുന്നു ആയിഷ റളിയല്ലാഹു അൻഹ. ഏറ്റവും പ്രായം കുറഞ്ഞ ഭാര്യ. റസൂൽ അവസാനം റസൂലിന്റെ കാലശേഷവും മരണശേഷവും ജീവിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു ഭാര്യ ആയിഷ. അബൂബക്കറിന്റെ മകളാണ് ആയിഷ. റസൂൽ മദീനയിൽ ചെന്നതിന് ശേഷമാണ് കല്യാണം കഴിക്കുന്നത്. അപ്പോൾ ഖദീജ അപ്പോഴേക്ക് മരിച്ചിട്ട് 3 വർഷത്തിലധികം പിന്നിട്ടുണ്ട്. ആയിഷ ഒരിക്കൽ പോലും ഖദീജ കണ്ടിട്ടില്ല. ആയിഷ തന്നെ പറയുന്നത് റസൂലുള്ളാഹിന്റെ ഭാര്യമാരിൽ എനിക്ക് ഏറ്റവും വെറുപ്പുണ്ടായിരുന്നത് ഖദീജയോടെയാണ്. ഭാര്യമാർ തമ്മിലുള്ള സ്ത്രീ സഹജമായ ചില സ്വഭാവം. ഇതിന് അവരോട് പറയുന്നത് ഞാൻ ഒരിക്കൽ പോലും ഖദീജയെ കണ്ടിട്ടില്ല, പക്ഷെ എനിക്ക് വെറുപ്പ് കൂടെ അവരുടെ. അതിന് അവർ പറയുന്ന കാരണം അള്ളാഹുവിന്റെ റസൂൽ ഇടക്കൊക്കെ ഖദീജയെ പറ്റി പറഞ്ഞു. മരിച്ചു കുറെ കാലം കഴിഞ്ഞിട്ട് വീണ്ടും വീണ്ടും ഖദീജയെ അനുസ്മരിക്കുകയാണ്. അങ്ങനെ ഞാൻ ഒരിക്കൽ പറഞ്ഞു ഭൂമിയിൽ ഈ ഖദീജ അല്ലാത്തൊരു പെണ്ണില്ല നബിയെ എന്ന് ഞാൻ ചോദിച്ചു പോയിട്ട് റസൂലിനോട്. അത്ര അധികം റസൂലുള്ളാഹി ഖദീജ റളിയല്ലാഹു അൻഹയെ മരണശേഷം അനുസ്മരിക്കുമായിരുന്നു. അതൊരു ബന്ധത്തിന്റെ പ്രത്യേകതയാണ്. മരണാനന്തരവും മനസ്സിൽ നിന്ന് മായാത്ത വിധം ആ ബന്ധം റസൂൽ സൂക്ഷിച്ചിരുന്നു. ഖദീജ റളിയല്ലാഹു അൻഹ മരിച്ചത് നബി ഹിജ്റ പോകുന്നതിന് ഏതാണ്ട് 3 വർഷം മുമ്പാണ്. ആ മാസത്തിൽ തന്നെയാണ് അബൂ താലിബ് മരിച്ചത്. രണ്ടുപേരും ഒരേ സമയത്ത് മാസത്തിന്റെ അപ്പുറവും ഇപ്പുറവുമായിട്ടാണ് മരിക്കുന്നത്. ചില ചരിത്ര ഗ്രന്ഥങ്ങൾ പറയുന്നത് റസൂൽ ആ മാസത്തെ ആ വർഷത്തെ പറഞ്ഞത് ദുഃഖവർഷം. കാരണം ഖദീജ മരിച്ചതിലേക്ക് ഏറ്റവും ദുഃഖമുള്ള പ്രയാസമുള്ള ഘട്ടമാണ്. അബൂ താലിബിന്റെ മരണം മുസ്ലിം അല്ലെങ്കിലും മൂത്താപ്പ മരിച്ചത് ഏറ്റവും വലിയ റസൂൽ പ്രൊട്ടക്ട് ചെയ്തിരുന്ന സംരക്ഷിച്ചിരുന്ന ആൾ മരിച്ചത് ഏറ്റവും ദുഃഖമുള്ളത്. അങ്ങനെയൊക്കെ പറയുമ്പോൾ ഖദീജ റളിയല്ലാഹുവിന്റെ വേർപാട് റസൂലുള്ളാഹിന്റെ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയാൻ കഴിയുന്നത്? തന്റെ ഭാര്യയുടെ വേർപാട് മരിക്കോളം റസൂൽ അനുസ്മരിച്ചു. ഒരുപാട് സംഭവങ്ങളിൽ അനുസ്മരിച്ചു. ആ ഒറ്റ ഭാര്യയെ മാത്രം അങ്ങനെ അനുസ്മരിച്ചിട്ടുണ്ട്. എന്തായിരുന്നു അതിന് കാരണം? അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഭർത്താവിന്റെ കൂടെ നിന്നു എന്നതാണ്. പ്രതിസന്ധികൾ വന്നപ്പോൾ ചേർന്ന് നിന്നു, ആവശ്യത്തിന്റെ കൂടെ നിന്നു, എല്ലാവരും തള്ളി പറഞ്ഞപ്പോൾ ചേർത്ത് പിടിച്ചു. ആയിഷ ഖദീജ റളിയല്ലാഹു അൻഹ ചേർത്ത് പിടിച്ചു എന്നത് 15 വയസ്സ് റസൂലിനേക്കാൾ മൂത്ത ഭാര്യയാണ്. അവരാണ് റസൂലിനെ സംരക്ഷിക്കുന്നതും പല രംഗത്തും സുരക്ഷിതമായി നിലനിർത്തുന്നത്. അവരൊരു കച്ചവടക്കാരിയായിരുന്നു. പണം ചെറുപ്പത്തിൽ കച്ചവടം ചെയ്യിക്കുന്ന ആളായിരുന്നാണ്. നല്ല സമ്പന്നയുമായി. റസൂൽ അത്ര സമ്പന്നനായിരുന്നില്ല വിവാഹമേ. പക്ഷെ ഖദീജ റളിയല്ലാഹു അൻഹ സമ്പന്നയായിരുന്നു. ആ സമ്പത്തും ചെലവഴിച്ചു. ഏറ്റവും ആദ്യത്തെ രംഗം നോക്കി നിങ്ങൾ റസൂലുള്ളാഹിക്ക് വഹി ലഭിക്കുന്നു. ഹിറാ ഗുഹയിൽ വെച്ച് നമുക്കറിയാവുന്ന ചരിത്രമൊക്കെ വഹി ലഭിക്കുന്നു. റസൂൽ വല്ലാതെ വെപ്രാളപ്പെട്ടു. ജിബ്രീൽ വന്ന് റസൂലിനോട് ഇഖ്റ ഓതി കൊടുക്കുന്നതും റസൂലിനെ ചേർത്ത് പിടിച്ച് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു.
ഇഖ്റ ബിസ്മി റബ്ബിക്കൽ ലദീ ഖലഖ് തുടങ്ങുന്ന ആ അധ്യായത്തിന്റെ ആദ്യത്തെ 5 ആയത്തിൽ ആദ്യമായിട്ട് അവതരിക്കും റസൂൽ ഊരി കേൾക്കുകയും ഒക്കെ ചെയ്ത് ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു സംഭവം. അങ്ങനെ സംഭവം റസൂൽ പ്രതീക്ഷിക്കുന്നില്ല. ഇറാഖിൽ വെറുതെ ശാന്തമായി ധ്യാനിച്ചിരിക്കാൻ വേണ്ടി പോയതാണ്. അപ്പോഴാണ് ഈ സംഭവം നടക്കുന്നത്. അള്ളാഹുവിന്റെ തീരുമാനങ്ങളാണ്. വല്ലാതെ ഭയപ്പെട്ട് അസ്വസ്ഥതായിട്ട് റസൂൽ തിരിച്ചു വരികയാണ് വീട്ടിലേക്ക്. വീട്ടിൽ ആരാ ഉള്ളത്? ഖദീജ റളിയല്ലാഹു അൻഹ. തന്നേക്കാൾ 15 വയസ്സ് പ്രായത്തിലുള്ള ഭാര്യ. അവരോട് പറയുന്നത് സമ്മിലൂനി എനിക്ക് പൊതിച്ചു തരണം, പൊതിച്ചെനിക്ക് പേടിയാണ് പറഞ്ഞു. സ്വാഭാവികമാണ്, ഒരു പ്രതീക്ഷിക്കാത്ത സംഭവം ഒരു മലമുകളിൽ ഗുഹയിൽ ഇരിക്കുമ്പോൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ സംഭവിക്കുമ്പോഴാണ് ഇബ്രാഹിംക്ക് റസൂലുള്ളാഹിണ്ടായി. റസൂലുള്ളാഹിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പുതച്ചു കൊടുത്തുകൊണ്ട് ഖദീജ റളിയല്ലാഹു അൻഹ അവരെ ആശ്വസിപ്പിക്കുന്ന, അദ്ദേഹത്തെ ആശ്വസിപ്പിക്കുന്ന ഒരു വാക്കാണ് ശ്രദ്ധിക്കുന്നത്. അതാണ് ഖദീജ റളിയല്ലാഹുവിന്റെ പ്രത്യേകത. വല്ലാഹി മാ യുഹ്സിക അല്ലാഹു അബദാ. ഒരിക്കലും അല്ലാഹു താങ്കളെ വിഷമിപ്പിക്കില്ല. നമുക്ക് ആദ്യം പറയുന്ന വാക്കതാണ്, താങ്കളെ അല്ലാഹു ഒരിക്കലും പ്രയാസപ്പെടുത്തില്ല. ഒരു ഭാര്യയുടെ ഭാഗത്തു നിന്ന് ഭർത്താവ് പ്രതീക്ഷിക്കുന്ന അത് തന്നെയാണ്. അങ്ങനെ തന്നെയാണ് പ്രതീക്ഷ. എല്ലാ ഭർത്താക്കളും പ്രതീക്ഷിക്കുന്നത് തന്നെയാണ്. ആശ്വസിപ്പിക്കാൻ കഴിയണം. ആശ്വാസത്തിന്റെ തലോടലുകൾ ഭാര്യയുടെ ഭാഗത്ത് നിന്ന് ഭർത്താവ് പ്രതീക്ഷിക്കുന്നുണ്ട്. പ്രയാസപ്പെടുന്ന രംഗത്ത് ആ ഒരു സംരക്ഷണം, ആ ഒരു ശ്രദ്ധ പ്രതീക്ഷിക്കുന്നുണ്ട്. ഖദീജ ആദ്യം തന്നെ പറഞ്ഞ വാക്ക് ലാ യുസിക അല്ലാഹു മാ യുസിക അല്ലാഹു അബദ. ഒരിക്കലും അല്ലാഹു താങ്കളെ വിഷമിപ്പിക്കില്ല. കാരണം താങ്കൾ ഒരു നല്ല മനുഷ്യനാണ്. എന്താ യോഗ്യത? താങ്കൾ ഈ കുടുംബ ബന്ധം വളരെ പരിഗണിക്കുന്ന ഒരാളാണ്. അത് ഏറ്റവും വിലപിടിപ്പുള്ള ഒരു കാര്യമാണ്. അത് ഇസ്ലാമിന് മുമ്പേ അങ്ങനെയാണ് സാഹിബികൾക്കിടയിൽ. ഇസ്ലാമും അത് പരിഗണിക്കുന്നു. താങ്കൾ കുടുംബ ബന്ധം പരിഗണിക്കുന്ന ഒരാളാണ്, ചേർത്ത് പിടിക്കുന്ന ഒരാളാണ്. താങ്കൾ അല്ലാഹു പ്രയാസപ്പെടുത്തില്ല. ജീവിതഭാരം ഏറ്റെടുക്കുന്ന ആളാണ്. ഒരാളുകളുടെയും പ്രയാസങ്ങൾ ഏറ്റെടുക്കും താങ്കൾ, അത് പരിഹരിച്ചു കൊടുക്കുന്ന ആളാണ് താങ്കൾ. നമുക്ക് നിങ്ങൾ ആദ്യം പറയുന്ന വാക്കുകളാണ് നമുക്ക്. എന്നിട്ട് നിങ്ങൾ ജീവിതത്തിൽ പ്രാരാബ്ദം അനുഭവിക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ സമ്പാദിച്ചു കൊടുക്കുന്ന ആളാണ് താങ്കൾ. ഒരു അത്ര സാമൂഹിക ബന്ധമുള്ള, നമ്മൾ പറയുന്ന സാമൂഹിക പ്രവർത്തനൻ എന്ന് പറയുന്ന സ്വഭാവങ്ങളൊക്കെ എടുത്തു പറയുകയാണ്. അതിഥികളെ ആദരിക്കുകയും സൽക്കരിക്കുകയും ഒക്കെ ചെയ്യും താങ്കൾ. ഇപ്പൊ തൊഴിൽ പറയുന്നത് ഏത് പ്രയാസങ്ങളിലാണ് നടത്തും താങ്കൾ ഓടിയെത്തി സഹായിക്കുന്നത്. 5 ഗുണങ്ങൾ റസൂലുള്ളാഹിന്റെ ജീവിതത്തിൽ എടുത്തു പറഞ്ഞത് അല്ലാഹു താങ്കൾ ഒരിക്കലും പ്രയാസപ്പെടുത്തില്ല. ഇങ്ങനെ പറയാൻ ഒരു ഭാര്യയ്ക്ക് കഴിയുക എന്നത് അവരുടെ ഏറ്റവും വിവേകമുള്ള ഒരു മനസ്സിന്റെ ലക്ഷണമാണ്. ഒരു പ്രതിസന്ധിയിൽ അകപ്പെട്ട് വീട്ടിലേക്ക് അഭയം തേടി രക്ഷ ചോദിച്ചു വരുമ്പോൾ ആ രക്ഷ കിട്ടാവുന്ന വിധത്തിലുള്ള അഭയത്തിന്റെ വാക്കുകൾ നൽകാൻ കഴിയുക എന്നത് നല്ല പക്വതയും വിവേകമുള്ള ഒരു ഭാര്യയ്ക്ക് മാത്രം സാധിക്കുന്ന കാര്യമാണ്. ഇതൊക്കെ നമ്മുടെ നാട്ടിലേക്ക് നമ്മളെ കൂടി പദ്ധതി മാറ്റി പരിശോധിച്ചാൽ വളരെ വ്യത്യസ്തമായ ചിത്രങ്ങളാണ് കിട്ടുക. ഇപ്പൊ വീട്ടിലേക്ക് വൈകിട്ട് രാത്രി നമ്മൾ തിരിച്ചു ചെല്ലുമ്പോൾ വഴിയിൽ എന്തെങ്കിലും ഭയപ്പെട്ട് ഓടിച്ചെന്നാൽ എന്തായിരിക്കും നമ്മുടെയൊക്കെ വീട്ടിലെ ഭാര്യമാരെന്ന് പറയാം, ഭാര്യമാർ പറയുന്നത്, സ്ത്രീകൾ പറയുന്നത്? അവരതിനേക്കാൾ വലിയ ബേജാറും ബാധ്യത. ഒരു വിവേകം കാണിക്കാൻ അവർക്ക് കഴിയില്ല പലർക്കും, അതിനേക്കാൾ ബേജാറാവും. എന്ന് മാത്രമല്ല, ചില അന്ധവിശ്വാസത്തിൽ വെച്ച് പുലർത്തുന്ന ആളുകളാണെങ്കിൽ നേരിട്ട് മന്ത്രിക്കാൻ കൊണ്ടുപോകും, ജപിക്കാൻ കൊണ്ടുപോകും. അവിടെ ആളുകളോ കൂടിയതാണ്, തട്ടിയതാണ്, മറ്റതാണ് എന്നൊക്കെ പറഞ്ഞ് കൂടുതൽ അസ്വസ്ഥമാക്കി ബേജാറാക്കുകയും ചെയ്യും. ആ ഒരു മനോഭാവമാണ് നമ്മുടെ ആളുകൾ ചെയ്യുന്നത്. അതിന് കാരണം വേണ്ടത്ര പക്വതയും വിഷയത്തിലില്ല. അതാണ് ഖദീജ റളിയല്ലാഹു അൻഹ. നിങ്ങൾ ഖദീജ ആ വിഷയം കൈകാര്യം ചെയ്ത് നോക്കുകയും ഈ വിഷയത്തിൽ ഒരു വിവേകപരമായ ബുദ്ധിപരമായ നിലപാട്. എന്താ നിലപാട്? ഖദീജയുടെ അമ്മാവിനുണ്ട് അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ്. വേദഗ്രന്ഥങ്ങൾ നന്നായിട്ട് പഠിച്ചാണ്. ഇബ്രാഹിം ഭാഷയും അറബി ഭാഷയും ഒക്കെ അഭ്യസിച്ച ഒരാൾ. അദ്ദേഹം
അദ്ദേഹത്തിന്റെ അടുത്ത് പറഞ്ഞ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഇത് പണ്ട് മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ അടുക്കൽ വന്നതുപോലെ മലക്ക് വന്നതുപോലെയുള്ള ഒരു അനുഭവമാണ്. ഇദ്ദേഹം പ്രവാചകനാവുകയാണ്. നമുക്ക് അദ്ദേഹത്തിന് വേദഗ്രന്ഥം പഠിച്ചുകൊണ്ട് പറയാൻ കഴിയും. ലക്ഷണം നോക്കാൻ പോയതല്ല, ഒരു വിവരമുള്ള ആളെ സമീപിച്ച അദ്ദേഹത്തിന്റെ അടുക്കൽ നിന്നായിപ്പോഴാണ്. അദ്ദേഹം പറഞ്ഞ വാക്ക് കുറച്ചു കഴിയുമ്പോൾ ആളുകൾ ഇദ്ദേഹത്തെ ഈ നാട്ടിൽ നിന്ന് തിരസ്കരിക്കും, മാറ്റി ഓടിക്കും. അന്ന് ഞാൻ ജീവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അദ്ദേഹത്തിന് കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞു. റസൂൽ ചോദിക്കുന്ന ഒരു വാക്കുണ്ടാവും, എന്നെ ഈ നാട്ടുകാർ ഇവിടെ നിന്ന് തുരത്തുമെന്നോ? അതെ, ഈ സന്ദേശവുമായി വന്ന ആളുകൾക്ക് ജനങ്ങൾ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ തന്നെ സംഭവിച്ചു. പറഞ്ഞിട്ട് നേരത്തെ മരിച്ചു. പക്ഷെ അദ്ദേഹത്തിന് സ്വർഗം കൂടി എന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കാര്യത്തിലുള്ള തൗഹീദുള്ള വിശ്വാസമുള്ള ആളായിരുന്നു അദ്ദേഹം. നമുക്ക് അങ്ങനെയാണ് ആയിഷ ഖദീജ കൈകാര്യം ചെയ്തത്. അതാണ് വിവേകം. ആ ഒരു വിവേകത്തിന്റെ മനസ്ഥിതിയാണ് ഇസ്ലാം ഒരു പുരുഷൻ ഒരു ഭാര്യയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ഇനി നിങ്ങൾ നോക്കൂ, ഖദീജ സഹകരിച്ചു കൊടുത്തിരുമേക്ക ഇസ്ലാമിക പ്രബോധനം തുടങ്ങി. വളരെ ശക്തമായ സംഘടനകൾ നടന്നു. നല്ല പ്രയാസങ്ങളായി അറബികൾ ഒന്നാകെ കൂടിയിട്ട്, അതിൽ പ്രമുഖർ കൂടിയിട്ട് ഒരു ലിഖിത ഒരു രേഖ എഴുതിണ്ടാക്കിയിട്ടാണ് മുഹമ്മദ് ബിയും കുടുംബത്തെയും ബഹിഷ്കരിക്കണമെന്ന്. അവരെല്ലാവരും പ്രമുഖർ എഴുതി ഒപ്പിട്ട് അത് കഅബയിൽ കൊണ്ടുപോയി തൂക്കി. കഅബയിൽ ഒരു രേഖ തൂക്കുക എന്ന് പറഞ്ഞാൽ അത് അതിന്റെ ഒഫീഷ്യൽ ഔദ്യോഗികമായ രേഖയാണ്. ഔദ്യോഗിക പ്രഖ്യാപനമാണ് നബിയും കുടുംബത്തെയും ബഹിഷ്കരിച്ച് ഒന്നാക്കി. അവർ മാറി താമസിച്ചു ഷിബ് അബി താലിബിലേക്ക്. അബു താലിബിന്റെ ഒരു തോട്ടം ഉണ്ടാക്കി, കഅബയുടെ തൊട്ടടുത്തിരിക്കുന്ന ഈന്തപ്പന തോട്ടം. ആ താലിബിൽ മാറി താമസിച്ചു. അവിടെ കൂടെ ഉണ്ടായിരുന്നത് ഖദീജ റളിയല്ലാഹു കൂടെ ഉണ്ടായിരുന്നത് ഖദീജ റളിയല്ലാഹു എന്നല്ല, ഖദീജ റളിയല്ലാഹുവിന്റെ ബന്ധുക്കളാണ് അവർക്ക് പല സാധനങ്ങളും എത്തിച്ചു കൊടുത്തിരുന്നത്. നമുക്ക് വിപണിയിൽ അങ്ങാടിയിൽ പോയാൽ കാശ് കൊടുത്താൽ സാധനം കിട്ടില്ല അവർക്ക്. അത്രയധികം ബഹിഷ്കരണം. എല്ലാവരും എല്ലാ ബന്ധവും വിച്ഛേദിച്ചു. പക്ഷെ പട്ടിണി കിടക്കാനാവോ? പട്ടിണി കിടക്കോ? ഇലകളൊക്കെ കഴിക്കാൻ തുടങ്ങി. അപ്പോഴും ഖദീജ റളിയല്ലാഹുവിന്റെ ആളുകൾ, ഖദീജ റളിയല്ലാഹുവിന്റെ ബന്ധപ്പെട്ട കച്ചവടക്കാരെയും പണക്കാരെയുമായിരുന്നു. അവരാണ് ഒട്ടകപ്പുറത്തുള്ള സാധനങ്ങൾ കെട്ടിവെച്ച് ഗോതമ്പ് ചാക്കിൽ വെച്ച് രാത്രി തള്ളിവിട്ട് അങ്ങോട്ട് എത്തിച്ചു കൊടുത്തിരുന്നു. ഖദീജ റളിയല്ലാഹു കൈ വെച്ചില്ല, കൂടെ നിന്നു. എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. ആ ഒരു ചേർന്ന് നിൽക്കുക, ഭർത്താവിന്റെ കൂടെ ആദർശത്തിന്റെ കാര്യത്തിൽ, നന്മയുടെ കാര്യത്തിൽ ചേർന്ന് നിൽക്കുക, അയാളുടെ ഒപ്പം നിന്ന് കൊടുത്ത് സഹകരിച്ചു കൊടുക്കുക, ഇത് ഏറ്റവും വലിയ ദൗത്യമാണ്. അതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കാര്യം എടുത്തു പറഞ്ഞുകൊണ്ട് ഖദീജ റളിയല്ലാഹു പറയുന്നത്. വിശുദ്ധ ഖുർആൻ രണ്ട് നബിമാരുടെ കഥ പറയുന്നു. ദറബല്ലാഹു മസ്സലൻ ലില്ലദീന ആമനൂ എന്ന് പറഞ്ഞുകൊണ്ട് സൂറത്ത് തഹരീമിൽ പറയും. വിശ്വാസികൾക്ക് അല്ലാഹു ഉപമ പറയുന്നു. ഒന്ന് നൂഹ് നബിയുടെ ഭാര്യയും മറ്റൊന്ന് ലൂത്ത് നബിയുടെ ഭാര്യയും. രണ്ട് നബിമാർ നല്ല സ്വാലിഹികളായ രണ്ട് നബിമാരുടെ കീഴിലുണ്ടായിരുന്ന രണ്ട് ഭാര്യമാർ. അവർ രണ്ടുപേരും ആ ഭർത്താക്കന്മാരെ വഞ്ചിക്കുകയാണ് ചെയ്തത്. നൂഹ് നബിയുടെ ഭാര്യ അദ്ദേഹത്തെ വിശ്വസിച്ചില്ല, അദ്ദേഹത്തെ വഞ്ചിച്ചു. ലൂത്ത് നബിയുടെ ഭാര്യ അദ്ദേഹത്തെ വിശ്വസിച്ചില്ല, വഞ്ചിച്ചു. പല പ്രവർത്തനങ്ങളും ചെയ്തു. പല നബിമാരുടെ ഭാര്യമാരായി എന്നതിൽ അവർക്കൊരു ഉപകാരം കിട്ടിയില്ല. അവരുടെ നരകത്തിൽ പ്രവേശിച്ചു എന്ന് പറഞ്ഞു. നമുക്ക് നേരെ മറുഭാഗത്തുള്ള ചിത്രമാണ്. പക്ഷെ അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യ ഖദീജ റളിയല്ലാഹു അൻഹ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ചേർന്ന് നിൽക്കുകയും നന്മയിലൊക്കെ സഹകരിക്കുകയും ചെയ്തു. നിറഞ്ഞ സ്നേഹമായി റസൂലുള്ളാഹി ഇന്നി റുസിത്തു ഹുബ്ബഹ. ആയിഷ റളിയല്ലാഹു ഖദീജ റളിയല്ലാഹുവിനെ പറ്റി പറഞ്ഞപ്പോൾ റസൂൽ പറഞ്ഞ വാക്ക്, ഖദീജയോടുള്ള സ്നേഹം, ഭാര്യ എന്ന നിലയ്ക്കുള്ള സ്നേഹം അള്ളാഹു എനിക്ക് അനുഗ്രഹമായി നൽകിയതാണ്. അത്ര സ്നേഹത്തിൽ റസൂലുള്ളാഹി ആയിഷ റളിയല്ലാഹു പറയുന്നു, ഖദീജ റളിയല്ലാഹുവിന്റെ കാലശേഷം വീട്ടിൽ ആടിനെ അറുത്താൽ, ആടവർക്ക് സാധാരണമായ ഭക്ഷണമാണ്, ആടിനെ അറുത്താൽ അതിന്റെ ഭാഗങ്ങൾ തിരിച്ചെടുത്ത് പാക്ക് ചെയ്ത് ഖദീജ റളിയല്ലാഹുവിന്റെ കൂട്ടുകാരികൾക്ക് സ്വീകരിച്ചു കൊടുക്കുമായിരുന്നു. അതിന് റസൂൽ പറയുന്ന കാരണം അവർക്ക് ഖദീജ കൂട്ടുകാരികളാണ്. ആ ബന്ധം വിട്ടുകൊടുക്കാതെ റസൂൽ നിലനിർത്തി. എല്ലായിടത്തും മറക്കാതെ കൊണ്ടുവരുന്നു. അങ്ങനെ മറക്കാതെ
മങ്ങിപ്പോവാതെ മനസ്സിന്റെ അകത്ത് പച്ച പിടിച്ചു നിൽക്കുന്ന സ്മരണയായിട്ട് ഖദീജ തന്നെ മാറണമെങ്കിൽ അത്രയധികം ബന്ധം ഒരു ഭാര്യ എന്ന നിലയ്ക്ക് റസൂലുള്ളാഹിക്ക് അവരുണ്ടാവും. ആ ഭർത്താവ് എന്ന നിലയ്ക്ക് റസൂലുള്ളാഹി അവർ അത്രയധികം പരിഗണിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്തു എന്ന് തന്നെയാണ് ഇതിന്റെ കാരണം. നമുക്ക് അത്ഭുതപ്പെടുന്ന ഒരു സംഭവം നോക്കുകയും റസൂലുള്ളാഹി തന്റെ വീട്ടിലേക്ക് വിശ്രമിക്കുന്ന സമയത്ത് ഖദീജ റളിയല്ലാഹുവിന്റെ സഹോദരി അവർ വീട്ടിലേക്ക് സലാം പറഞ്ഞ് കയറി വന്നിരിക്കും. ഖദീജ മരിച്ചതിന് ശേഷം റസൂലുള്ളാഹി ആ ചാരി കിടക്കുന്ന റസൂലുള്ളാഹി പെട്ടെന്ന് എഴുന്നു ഖദീജ എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് റസൂലുള്ളാഹി. അതിന് കാരണം ആ ശബ്ദം കേട്ടപ്പോൾ ഹാലിയുടെ സഹോദരിയുടെ ശബ്ദം കേട്ടപ്പോൾ റസൂലുള്ളാഹി ധരിച്ചു ഖദീജയുടെ ശബ്ദമാണ്, മരിച്ചു പോയിട്ടുള്ള ഖദീജ. എന്നിട്ട് റസൂൽ എഴുന്നേറ്റ് ഹാലയാണല്ലോ എന്ന് പറഞ്ഞ് കാണിച്ച് റസൂൽ അവിടെ തന്നെയാണ്. റസൂലുള്ളാഹിയുടെ ജീവിതത്തിലെ സംഭവമാണ്. ഒരു ഭാര്യയെ ഇത്രയധികം സ്നേഹിക്കുക, അനുസ്മരിക്കുക, മറക്കാതെ കൊണ്ടു നടക്കുക, അതിന് മാത്രം സ്വാധീനം ഒരു ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ അതിന് മാത്രം ഗുണങ്ങളുണ്ടാകും. ആയിഷ റളിയല്ലാഹുവിനൊക്കെ ഇതിന് വിമർശന സന്ദർഭത്തിൽ പറഞ്ഞാണ്. ആയിഷ റളിയല്ലാഹു പറഞ്ഞത് റസൂൽ പറഞ്ഞു, ആയിഷ ഖദീജ നിങ്ങൾ പറയുന്ന പോലെ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അല്ല എന്ന് റസൂൽ പറയുന്നത്. ജനങ്ങളൊക്കെ അവിശ്വസിച്ചപ്പോൾ എന്നെ ആദ്യം വിശ്വസിച്ച ആളാണ് ഖദീജ. നബിയാണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വഹി വരുന്നു എന്ന് പറയുമ്പോൾ ആദ്യം വിശ്വസിച്ച ആൾ ഖദീജ ഭാര്യ. ഒരു സംശയം അവർക്കില്ലായിരുന്നു. സംശയിക്കാലോ, നിങ്ങൾ വേറൊരോട് പറഞ്ഞു എന്നോട് പറയണ്ടെന്ന് ഭാര്യക്ക് പറയാലോ, അങ്ങനെയുള്ള സ്വകാര്യ ജീവിതത്തിന്റെ അവസ്ഥ. പക്ഷെ ഖദീജ ആദ്യം വിശ്വസിച്ചു അത് ഖദീജയാണ്, നിങ്ങളാരും എന്തായിരുന്നു എന്ന് റസൂൽ അവരോട് പറഞ്ഞു. അടുത്ത വിശദീകരണം, ജനങ്ങളെല്ലാവരും എന്നെ തള്ളി പറഞ്ഞ് അവിശ്വസിച്ചപ്പോൾ എന്നെ സത്യവാനായിട്ട് അംഗീകരിച്ച ആൾ ഖദീജയാണ്. എല്ലാവരും അവരുടെ സമ്പത്ത് എനിക്ക് തടഞ്ഞപ്പോൾ അവരുടെ മുഴുവൻ സമ്പത്തും നൽകി എന്നെ സഹായിച്ചവരാണ് ഖദീജ. ഓരോ തെണ്ടി പറയുകയാണ്. പിന്നെയും പറയുന്നത് എനിക്ക് അല്ലാഹു മക്കളെ നൽകിയത് ഖദീജയാണ്, മറ്റു ഭാര്യമാരിൽ എനിക്ക് അല്ലാഹു മക്കളെ. അതാണ് ഖദീജ ആയിഷ എന്ന് പറഞ്ഞുകൊണ്ട് ആയിഷ തിരിഞ്ഞുകൊണ്ട് സൂചിപ്പിക്കുന്നത് ദാമ്പത്യം വലിയൊരു ബന്ധമാണ്. അത് വെറും ഒരു പ്രണയബന്ധമല്ല, പരസ്പരമുള്ള സ്നേഹത്തിന്റെയും ആദരവിന്റെയും അതുപോലെ സംരക്ഷണം നൽകുന്നതിന്റെയും ഭാഗമാണ്. നമ്മൾ പറയുന്നത് കെയറിംഗിന്റെ ഒരു ഭാഗമാണ്. അത് നൽകാൻ കഴിയുന്നുണ്ടോ? ഭാര്യ എന്നതിന് ഭർത്താവ് നൽകാൻ കഴിയുന്നുണ്ടോ? ഭർത്താവ് എന്നതിന് ഭാര്യയ്ക്ക് നൽകാൻ കഴിയുന്നുണ്ടോ? ആ ബന്ധം അങ്ങേയറ്റം കുളിരനുഭവപ്പെടുന്ന സൗഹൃദവും സന്തോഷവും അനുഭവപ്പെടുന്ന ഒരു ബന്ധമാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞ ആ മാതൃക നമുക്കവിടെ കാണാൻ കഴിയും. അത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുകയും ആഗ്രഹിക്കുകയും ശ്രമിക്കുകയും ഒക്കെ ചെയ്യേണ്ടത്. വിശുദ്ധ ഖുർആന്റെ ഈ സന്ദേശം അവളിലേക്ക് സമാശ്വാസം തേടിയെത്താൻ വേണ്ടി അങ്ങനെ ഒരു സമാശ്വാസത്തിന്റെ കേന്ദ്രമായി ഒരു ഭാര്യയ്ക്ക് വളരാൻ കഴിഞ്ഞാൽ അത് ജീവിതത്തിൽ ഏറ്റവും വിലപിടിപ്പുള്ള ഒരു സമ്പത്താണ്. സർവശക്തൻ والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. اتقوا الله وبارك അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുകയും ഒരിക്കൽ കൂടി എല്ലാവരും ഓർമ്മിപ്പിക്കുകയാണ്. ഖദീജ റളിയല്ലാഹു അൻഹ വളരെ വിശുദ്ധയായ ഒരു വ്യക്തിയാണ്. റസൂലുള്ളാഹിയുടെ കൂടെ 25 വർഷം 10 വർഷം നബിയായതിനു ശേഷം 15 വർഷം അതിന് മുമ്പുമായി ഒന്നിച്ച് ജീവിച്ച ജീവിതം ഏറ്റവും മാതൃകാപരവും അങ്ങേയറ്റം സമൃദ്ധവുമായി ഏറ്റവും മാന്യ സ്വഭാവമുള്ള ഒരു വ്യക്തിത്വമായിരുന്നു. ഒരുപാട് സംഭവങ്ങൾ ഒരിക്കൽ ഈ റസൂലുള്ളാഹിന്റെ അടുക്കിലേക്ക് ഖദീജ റളിയല്ലാഹു ഭക്ഷണവുമായി കടന്നു വരുന്ന സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വന്നു. ജിബ്രീൽ റളിയല്ലാഹു കാണാൻ കഴിയില്ല, റസൂലുള്ളാഹിക്ക് അറിയാം, മനസ്സിലാക്കാൻ കാണാൻ കഴിയും. ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നത്
റസൂലിന് ദീനിൽ കൊടുക്കുന്ന നിർദ്ദേശം ഖദീജക്ക് അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള സലാം അറിയിക്കണം. നിങ്ങൾ ആലോചിക്കുക, വാക്കിന്റെ ഗാംഭീര്യം എത്രയാണ്.